നമ്മൾ മാവ് നടുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മാവ് നമ്മൾ ഡ്രമ്മിലൊക്കെ നടുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെറിയ മാവിൻ തൈ നമ്മൾ വാങ്ങി നടുമ്പോൾ ചെറിയ കണ്ടെയ്നറിൽ നടുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പിന്നെ അത് 1-2 വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് അതിനെ അടുത്ത ഒരു ലെവലിലേക്ക് അടുത്തൊരു വലിപ്പത്തിലുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി നടാം. വലിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് വലുതിലേക്ക് മാറ്റി നടുക. പിന്നെ നമ്മളുടെ വലിപ്പം എത്ര വലിപ്പം വയ്ക്കാനുള്ള സ്ഥലമുണ്ടോ ഹൈറ്റിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ഇതിപ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളുമാണ്. അപ്പം നമ്മളുടെ വീട്ടുമുറ്റത്തായാലും നമുക്ക് പ്രൂൺ ചെയ്ത് നമ്മളുടെ ഇഷ്ടത്തിന് ഇത് കണ്ടോ താഴെ ശരിക്കും അതുപോലെ താഴെ നിന്ന് തന്നെ കൊച്ചു പിള്ളേർക്ക് ഒടുങ്ങി കയറാം. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു മാങ്ങയും ഒരു പ്രോബ്ലം വരില്ല, നമുക്ക് സുഖമായിട്ട് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കവറിട്ടൊക്കെ വേണമെങ്കിൽ പൊതിഞ്ഞു വെക്കാം. ജപ്പാനിലൊക്കെ അതേ രീതിയിലാണ് ഇങ്ങനെ പടർത്തിയാണ് വളർത്തുന്നത്. അപ്പോൾ അവർക്ക് ഇതിനെ പറിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാം വളരെ എളുപ്പമായിരിക്കും. അതെ, നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ മാവ് വെച്ചു മാവിന്റെ ഇഷ്ടത്തിന് പോകും. പക്ഷെ അങ്ങനെ വിടരുത്. ഇപ്പൊ ഈ മാവ് തന്നെ ഒത്തിരി പൊന്തിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയില്ല. ഇതിപ്പോ നമ്മളെ ആയാലും കൂടുതൽ ആകർഷിച്ച എന്താ മാവ് നമ്മളുടെ പൊക്കത്തില് നിറയെ മാങ്ങയായിട്ട് നിൽക്കുന്നു, നമുക്ക് സുഖമായിട്ട് കൈക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ നിർത്തണം. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായാലും ഇതുപോലെ ചട്ടിയിലോ എവിടെയെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അതൊരു ഐശ്വര്യം തന്നെ. നമുക്ക് ഇങ്ങനെ കവറിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ഒരു പാട് പോലും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് മാങ്ങകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസമോ കാര്യങ്ങളോ ഉള്ള മാങ്ങ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നല്ല ഉഷാറായിട്ട് വളരും.